നിജേഷ് അരവിന്ദ്, ഇതാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഹൈക്കോടതി പറയുന്നു ഈ ഇങ്ങനെ മാത്രമേ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കർദിനാൾ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയെ അടക്കം KCBC പ്രസിഡന്റ് അടക്കം ഒപ്പുവെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തിറക്കിയത്. മുൻപത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യണം എന്ന് KCBC ആവശ്യപ്പെടുമ്പോൾ അതിൽ എങ്ങനെയാണ് രാഷ്ട്രീയം കാണാനാകുക? നിങ്ങൾക്ക് 18 MP-മാർ നിൽക്കുകയാണ്. ഈ 18 MP-മാർക്ക് ഈ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തുകൂടെ എന്നാണ് KCBC ചോദിക്കുന്നത്. ഇല്ല, KCBC പറയുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടെടുക്കാൻ പറ്റുമോ നിലുമ? ഞങ്ങൾ ഈ വഖഫ് ബില്ലിലെ 45 ഭേദഗതികളിൽ ഞങ്ങൾക്ക് എതിർപ്പുള്ള ഭേദഗതികളെ പറ്റി JPC അകത്ത് പറയാൻ ഞങ്ങൾ ശ്രമിച്ചു. JPC അകത്ത് പറയാൻ ശ്രമിച്ച സമയത്ത് തന്നെ ഏകപക്ഷീയമായി അത് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടന്നത്. ഈ വഖഫ് ബില്ല് 1950-കൾ മുതൽ ഇങ്ങോട്ട് പലതവണ ഭേദഗതിക്ക് വിധേയമായതാണ്. പലതവണ അതൊരു സാധാരണ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ആവശ്യാനുസരണമുള്ള മാറ്റങ്ങൾ വരുത്താം. അതിനാരെങ്കിലും എതിരുണ്ടോ? പക്ഷെ അതിനൊരു ഭേദഗതി വരുന്ന സമയത്ത് സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക് 93-ൽ അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പിൽ വന്നിട്ട് എന്തോ ഇതേ കത്ത് കോൺഗ്രസ് എടുക്കുക. പാണക്കാട്ട് നിന്ന് കത്ത് വന്നാൽ അത് ഞങ്ങളെ രാഷ്ട്രീയ മുന്നണിയാണ് മിസ്റ്റർ എന്താ പീറ്റർ, ഞങ്ങളെ രാഷ്ട്രീയ മുന്നണിയാണ്. കോൺഗ്രസിന് പാണക്കാട്ട് നിന്ന് കത്ത് വന്നാൽ ഞങ്ങൾ അത് എടുക്കും. ഇനി KCBC കത്ത് വന്നാലും ഞങ്ങളത് ചർച്ച ചെയ്യും. പക്ഷെ അല്ലാതെ ഈ കെവിൻ പീറ്റർ കാസ പറയുന്നത് പോലെ എന്തായാലും നിലപാടെടുക്കാൻ തൽക്കാലം ഞങ്ങൾ തയ്യാറല്ല. ക്രൈസ്തവ സമൂഹത്തിന്റെ അട്ടിപ്പേർ അവകാശമൊന്നും കാസ ഏറ്റെടുക്കണ്ട, ഷോൺ ജോർജും ഏറ്റെടുക്കണ്ട. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ക്രൈസ്തവ സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്ത് സഭയുടെ കാര്യത്തെ കുറിച്ച് പറയാൻ അവകാശമില്ലേ? എന്നെ പറയാൻ അനുവദിക്കാം. നിങ്ങൾക്ക് അനുകൂലമായി എപ്പോഴും കിട്ടുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ KCBC പറയുന്നത് കേട്ട് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് കോൺഗ്രസ് അങ്ങനെ തറപ്പിച്ച് പറയുമ്പോൾ, അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിന്റെ അങ്ങനെയാണെങ്കിൽ ഈ സഭയുടെയൊക്കെ വോട്ടുകൾ വേണ്ട എന്നുകൂടി നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമോ? കൃത്യമായി പറയാം, KCBC ഒരു കത്ത് കോൺഗ്രസിന് തന്നാൽ ഞങ്ങൾ അത് ചർച്ച ചെയ്യും. ആവശ്യമുള്ളത് തള്ളേണ്ടത് തള്ളും, കൊള്ളേണ്ടത് കൊള്ളും. ഒരു സംശയവും വേണ്ട. എന്നാൽ കോൺഗ്രസിനെതിരെ നിരന്തര നിലപാടെടുക്കുന്ന കാസെ പോലെയുള്ള സംഘടനയെ ഞങ്ങൾ കൊള്ളാൻ തയ്യാറുമല്ല. സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇപ്പൊ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ അങ്ങോട്ട് പോയി ചർച്ച ചെയ്യുന്ന ആളുകളാണല്ലോ. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്യും. ഞങ്ങൾ അടിസ്ഥാന പ്രശ്നത്തെ പറ്റിയും പറഞ്ഞല്ലോ. ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് പോരടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജീവിക്കാനുള്ള അധികാരത്തിന്, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കുള്ള അവകാശത്തിന് 1 ലക്ഷത്തിലധികം ആളുകൾ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ക്രൈസ്തവ ജനതയുള്ള ഇന്ത്യക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ക്രൈസ്തവ ജനതയ്ക്കടുത്തേക്ക് ആദ്യമായി ഓടിയെത്തിയത് നേരത്തെ നാളെ കോൺഗ്രസിന് ഭാവിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. അതേ മണിപ്പൂരിലെ 2 സീറ്റിലും ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മണിപ്പൂരിന്റെ പ്രശ്നം ലോകസഭയ്ക്കകത്ത് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 2 MP-മാർ ഇന്ന് മണിപ്പൂരിൽ നിന്ന് വരുന്നുണ്ട് എങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്. വേദന അനുഭവിക്കുന്നവൻ, ദുരിതാശ്വാസ ക്യാമ്പിൽപ്പെട്ടവൻ, വീട് വിട്ടുപോയവൻ, ബലാത്സംഗം ചെയ്യപ്പെട്ടവൻ, നഷ്ടപ്പെട്ടവൻ, അവന്റെ വികാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒപ്പമാണ്. അവിടെ മുതലെടുക്കുന്ന രാഷ്ട്രീയമല്ല, അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമല്ല. അത് മുനമ്പത്തേക്ക് വന്നാൽ മുനമ്പത്തേക്ക് വന്നാൽ ഞങ്ങൾ അവിടെയുള്ള മുഴുവൻ ആളുകളോടും ഒപ്പം തന്നെയാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാവും. അവരെ വഴിയാധാരമാക്കുക, അവരെ കാസക്കാരൻ പറയുമ്പോ ഞാൻ മിണ്ടിയിട്ടില്ല.
ഇനി കാസ പറയട്ടെ, അതിനുശേഷം ഞാൻ പറഞ്ഞോളാം. ഓക്കെ നിജേഷ്, ഒരു സെക്കൻഡ്. ശ്രീ കെവിൻ പീറ്റർ, കാസയ്ക്ക് ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ളത് കാസ ഈ അസഹിഷ്ണുതയാണ് നിങ്ങളുടെ പ്രശ്നവും. ഓക്കെ, എന്താണ് അസഹിഷ്ണുത ഈ വിഷയത്തിൽ? കോൺഗ്രസിനോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ വിരോധം എന്നാണ് നിജേഷ് അരവിന്ദ് ചോദിക്കുന്നത്. ഇല്ല, കോൺഗ്രസിനോട് അസഹിഷ്ണുത കോൺഗ്രസിന്റെ നിലപാടുകളോടാണ്. ആ പാർട്ടിയുടെ ഇപ്പോഴുള്ള പോക്കിൽ സഹതാപം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ ആ സമരം തുടങ്ങിയത് കുത്തിത്തിരിപ്പിന്റെ ഫലമാണെന്ന് കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്തു പറയാനാണ്? ഇവർ മണിപ്പൂരിലെ കാര്യമല്ല, കഴിഞ്ഞ ഒരു 10 വർഷം എടുത്താൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഏത് വിഷയത്തിലാണ് കോൺഗ്രസ് ക്രൈസ്തവ സമുദായം നീതിക്കൊപ്പം നിന്നിട്ടുള്ളത്? ഈ പറയുന്ന ഹൈബീഡൻ 3500 കിലോമീറ്റർ അകലെയുള്ള മണിപ്പൂർ സന്ദർശിക്കാൻ പോയല്ലോ. ഈ മുനമ്പം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ സന്ദർശിച്ചത്? അത് VD സതീശനെയും പരിവാരങ്ങളെയും കൈയടിക്കാനും ജയ് വിളിക്കാനും പരിവാരങ്ങളുമായിട്ടല്ലാതെ ഒറ്റയ്ക്ക് അദ്ദേഹം മുനമ്പം സന്ദർശിച്ചോ? ഇല്ലല്ലോ. ഡീൻ കുര്യാക്കോസ് പോയല്ലോ ഹൈബീഡിനൊപ്പം മണിപ്പൂർ സന്ദർശിക്കാൻ. അമൽ ജ്യോതി കോളേജ് അടിച്ചു തകർപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും 150 കിലോമീറ്റർ അകലെയുള്ള അമൽ ജ്യോതി കോളേജ് അടിച്ചു തകർപ്പോൾ പൂഞ്ഞാറിൽ വൈദികൻ ആക്രമിച്ചപ്പോൾ ഈ ഡീൻ കുര്യാക്കോസ് പോയായിരുന്നോ? ഇല്ലല്ലോ, പോയില്ലല്ലോ. ഇതൊക്കെ നാടകമാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളുടെ നിലപാടാണ് നിങ്ങൾ പറഞ്ഞത്. മുനമ്പത്തെ ജനത നീതിക്ക് വേണ്ടി അവിടെ ആ പള്ളിമുറ്റത്ത് സമരം ചെയ്യുന്നത് കുത്തിത്തിരിപ്പിന്റെ ഫലമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. നിങ്ങൾ ആർക്കൊപ്പമാണെന്ന് വ്യക്തമാണ്. യെസ്.